ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മാദക നടിയായിരുന്നു സിൽക്ക് സ്മിത. പണത്തിന്റെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിന്ന് സ്മിത ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ ശേഷിക്കുന്നു. ഡിസംബർ 2 ആന്ധ്രാപ്രദേശിലെ കൊവ്വലി എന്ന കുഗ്രാമത്തിലായിരുന്നു സിൽക്ക് സ്മിത എന്ന വട്ലപതി വിജയലക്ഷ്മിയുടെ ജനനം. അച്ഛൻ വട്ലപതി രാമലു, അമ്മ സരസമ്മ, സഹോദരൻ നാഗവരപ്രസാദ്. വിജയലക്ഷ്മിയുടെ അയൽക്കാരി അന്നപൂർണിമാൾ കിലോമീറ്ററുകൾ താണ്ടി വിദൂര പട്ടണങ്ങളിൽ പോയി സിനിമ കണ്ടിരുന്നയാളാണ്. കണ്ട സിനിമകളുടെ കഥകൾ അന്നപൂർണിമാൾ വിജയലക്ഷ്മിയോടും അമ്മയോടും സഹോദരനോടും പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. സിനിമ എന്ന സ്വപ്നം വിജയലക്ഷ്മിയുടെ മനസ്സിൽ കയറിക്കൂടിയത് അന്നപൂർണിമാളുടെ കഥകളിലൂടെയാണ്. വിജയലക്ഷ്മി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ചുപോയി. പഠനം നിർത്തിയ വിജയലക്ഷ്മി 14ാം വയസ്സിൽ വിവാഹിതയായി. ഭർത്താവിന്റെ വീട്ടിലെ പീഡനം മൂലം ആ ബന്ധം അധികനാൾ നീണ്ടില്ല. ഭർത്തൃ വീട്ടിൽ നിന്നും തിരികെ സ്വന്തം വീട്ടിലെ ദാരിദ്ര്യത്തിലേക്ക് പോകാൻ വിജയലക്ഷ്മി മടിച്ചു. അന്നപൂർണിമാൾ പറഞ്ഞ സിനിമയുടെ ലോകത്തെത്താൻ വേണ്ടി 1977 വിജയലക്ഷ്മി മദിരാശിയിലേക്ക് വണ്ടി കയറി. മദിരാശിയിലും ദുരിതം തന്നെയായിരുന്നു ഫലം. നീണ്ട നാളത്തെ അലച്ചിലുകൾക്കൊടുവിൽ അപർണ എന്ന താരതമ്യേന അറിയപ്പെടാത്ത നടിയുടെ വീട്ടുവേലക്കാരിയായി വിജയലക്ഷ്മിക്ക് ജോലി തരപ്പെട്ടു. അവരുടെ ചായ്പിലായി പിന്നീടുള്ള ജീവിതം. അപർണയുടെ വിശ്വസ്തിയായി മാറിയ വിജയലക്ഷ്മി പിന്നീട് അവരുടെ മേക്കപ്പ് വിഭാഗത്തിലെ ടച്ചപ്പ് ജോലിക്കാരിയായി. നടി വിയർക്കുമ്പോഴും ഷോട്ടിനു മുൻപും പൗഡർ കൊണ്ട് വിയർപ്പ് ഒപ്പിക്കൊടുക്കുന്ന പണി. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്ന ആന്റണി ഈസ്റ്റ്മാൻ 1979 ഇണയെ തേടി എന്ന ചിത്രം സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നായികയായി പുതുമുഖ നടിയെ അന്വേഷിച്ച കാലം. ആന്റണി ഈസ്റ്റ്മാന്റെ മനസ്സിൽ വിജയലക്ഷ്മിയുടെ മുഖം തെളിഞ്ഞു. വിജയലക്ഷ്മിക്ക് സ്മിത എന്ന പേര് നൽകി ആന്റണി ഈസ്റ്റ്മാൻ ഇണയെ തേടിയിലെ നായികയാക്കി. കലാശാല ബാബു ആയിരുന്നു നായകൻ. ഈ കാലഘട്ടത്തിൽ തന്നെ തമിഴിലെ പ്രമുഖ നിർമ്മാതാവായ തിരുപ്പൂർ മണി വണ്ടിചക്രം എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു. നടൻ വിനു ചക്രവർത്തി എഴുതി കെ വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. ശിവകുമാർ നായകനും സരിത നായികയും. വണ്ടിചക്രത്തിൽ ഒരു ബാർ ഡാൻസറെ വേണമായിരുന്നു. സ്മിതയെയാണ് ആ റോളിലേക്ക് തിരഞ്ഞെടുത്തത്. കഥാപാത്രത്തിന്റെ പേര് സിൽക്ക്. വണ്ടിചക്രത്തിലെ ഡാൻസോടെ വിജയലക്ഷ്മി എന്ന സ്മിത സിൽക്ക് സ്മിതയായി. 1982 ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത കമൽഹാസൻ നായകനായ 3ാം പിറയിലെ വേഷം സ്മിതയെ ഇന്ത്യ ഒട്ടുക്കും പരിചിതമാക്കി. ഹിന്ദിയിലും റിലീസായ ആ ചിത്രത്തോടെ സ്മിതയുടെ താരമൂല്യം കുതിച്ചുയർന്നു. തെന്നിന്ത്യൻ സിനിമയിലെ സിൽക്ക് സ്മിത ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി. നായികമാർ വാങ്ങുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതലായിരുന്നു സ്മിതയുടെ പ്രതിഫലം. കാരണം സ്മിതയുടെ ഗ്ലാമർ കാണാനായി മാത്രമായിരുന്നു അന്ന് ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും ടിക്കറ്റ് എടുത്തിരുന്നത്. സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ അക്കാലത്ത് 1 ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയത് വൻ വാർത്താ പ്രാധാന്യം നേടി. അതിനിടെ ചെന്നൈയിലെ ഒരു ഡോക്ടർ സിൽക്ക് സ്മിതയെ വിവാഹം കഴിച്ചുവെന്ന ഗോസിപ്പ് കാട്ടുതീ പോലെ പടർന്നു. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ സുമിത് എന്നാണ് ഡോക്ടറുടെ പേരെന്നുമൊക്കെയുള്ള നിറം പിടിപ്പിച്ച കഥകൾ അക്കാലത്തെ സിനിമാ വാരികകൾ എഴുതി പിടിപ്പിച്ചു. എന്നാൽ ആ വാർത്ത തള്ളാനോ കൊള്ളാനോ സ്മിത തയ്യാറായില്ല. 20 വർഷത്തോളം തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും ആധിപത്യം പുലർത്തിയിരുന്ന സിൽക്ക് സ്മിതയുടെ പതനം വേഗത്തിലായിരുന്നു. സ്മിതയുടെ പാത പിന്തുടർന്ന് സ്മിതയേക്കാൾ കൂടുതൽ ശരീര പ്രദർശനത്തിന് തയ്യാറായി നടിമാർ വന്നു തുടങ്ങിയതോടെയായിരുന്നു ആദ്യ തിരിച്ചടി. സ്മിതയ്ക്ക് കൊടുക്കേണ്ട പ്രതിഫലത്തിന്റെ ചെറിയൊരംശം കൊടുത്താൽ സ്മിതയേക്കാൾ ഗ്ലാമർ പ്രദർശിപ്പിക്കാൻ അവർ തയ്യാറായിരുന്നു. അനുരാധയും ഡിസ്കോ ശാന്തിയുമൊക്കെ പുത്തൻ താരോദയങ്ങളായി. സിൽക്ക് സ്മിതയുടെ പ്രാധാന്യം കുറഞ്ഞു. അതോടെ സിനിമയിൽ പിടിച്ചു നിൽക്കാനായി സ്മിത നിർമ്മാണത്തിലേക്ക് കടന്നു. എന്നാൽ അവിടെയും തിരിച്ചടിയുണ്ടായി. 20 കോടി രൂപയുടെ ബാധ്യത വന്നു ചേർന്നു. ആയിടയ്ക്ക് ഒരു യുവ സംവിധായകൻ സ്മിതയെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നുവെന്നും അയാൾ ചതിച്ചെന്നും പുത്തൻ ഗോസിപ്പുണ്ടായി. സിനിമയിലെയും വ്യക്തി ജീവിതത്തിലെയും തിരിച്ചടികൾ സ്മിതയ്ക്ക് സമ്മാനിച്ചത് മദ്യപാനശീലമായിരുന്നു. 1996 സെപ്റ്റംബർ 23 ദുരൂഹതകൾ മാത്രം അവശേഷിപ്പിച്ച് സിൽക്ക് സ്മിത മദിരാശിയിലെ വീട്ടിലെ മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്ന സ്മിതയുടെ മൃതദേഹം കാണാൻ മദ്രാസിലെ റായപ്പേട്ടെ സർക്കാർ ആശുപത്രിയിൽ നടൻ അർജുൻ ഒഴികെ സിനിമാ ലോകത്തു നിന്നും ആരും വന്നില്ല. മിനിറ്റിന് ലക്ഷങ്ങൾ വിലയുണ്ടായിരുന്ന സ്മിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനും സിനിമാ ലോകം മറന്നു. അമിതമായി മദ്യപിച്ചിരുന്നുവെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്മിത തെലുങ്ക് ഭാഷയിൽ സ്വന്തം കൈപ്പടയിലാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത്. ഒരു നടിയാകാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എന്നോട് ആരും സ്നേഹം കാണിച്ചില്ല. ബാബു മാത്രമാണ് എന്നോട് അല്പം സ്നേഹത്തോടെ പെരുമാറിയത്. എല്ലാവരും എന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു. ജീവിതത്തിൽ എത്രയോ മോഹങ്ങൾ എനിക്കുണ്ട്. അവയൊക്കെ നിറവേറ്റണമെന്ന ആഗ്രഹവുമുണ്ട്. പക്ഷേ എവിടെ ചെന്നാലും എനിക്ക് സമാധാനമില്ല. ഓരോരുത്തരുടെയും പ്രവൃത്തികൾ എന്റെ മനസ്സമാധാനം കെടുത്തുന്നതായിരുന്നു. അതുകൊണ്ടാവാം മരണം എന്നെ വശീകരിക്കുന്നത്. എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ. ദൈവമേ, ഇതെന്തൊരു ന്യായമാണ്. ഞാൻ സമ്പാദിച്ച സ്വത്തിന്റെ പകുതി ഡോക്ടർ ബാബുവിന് കൊടുക്കണം.
ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു, പ്രേമിച്ചു, ആത്മാർത്ഥമായി തന്നെ. അയാൾ എന്നെ ചതിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. എന്നാൽ അദ്ദേഹം എന്നെ വഞ്ചിച്ചു. ഈശ്വരനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ശിക്ഷ കൊടുക്കും. അയാൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ദിവസവും എന്നെ ഉപദ്രവിച്ചു. അവരവർ ചെയ്യുന്നത് ന്യായമാണെന്നാണ് അവരുടെ വിചാരം. ബാബുവും അക്കൂട്ടത്തിൽ തന്നെ. എന്റെ പക്കൽ നിന്ന് അദ്ദേഹം വാങ്ങിയ ആഭരണങ്ങൾ തിരിച്ചു തന്നില്ല. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈശ്വരൻ എന്നെ എന്തിനു സൃഷ്ടിച്ചു? രാമുവും രാധാകൃഷ്ണനും എന്നെ ഏറെ പ്രലോഭിപ്പിച്ചു. ഞാൻ അവർക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മരണത്തിലേക്ക് അവർ തള്ളിയിടുകയായിരുന്നു. എന്റെ ശരീരത്തെ ഉപയോഗിച്ചവർ ധാരാളം. എന്റെ അധ്വാനത്തെ മുതലെടുത്തവരും ധാരാളം. ബാബു ഒഴികെ മറ്റാർക്കും നന്ദി പറയുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി ഒരാൾ എനിക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്തുമാത്രം ആ ജീവിതത്തിന് വേണ്ടി കൊതിച്ചു എന്നറിയാമോ? പക്ഷേ അതെല്ലാം വെറും വാക്ക് മാത്രമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. ഈ കത്തെഴുതാൻ ഞാൻ ഏറെ പ്രയാസപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയ ആഭരണങ്ങൾ പോലും എനിക്കില്ലാതായി. ഇനി അത് ആർക്ക് ലഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൂടാ. വിദ്യാബാലൻ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത 2011 പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം ഡേർട്ടി പിക്ചർ, 2013 പാകിസ്ഥാനി നടി വീണ മാലിക് നായികയായി അഭിനയിച്ച കന്നഡ ചിത്രം സിൽക്ക് സകാത്മക, 2013 മലയാളത്തിൽ റിലീസായ സന ഖാൻ നായികയായ ക്ലൈമാക്സ് എന്നീ സിനിമകളുടെ പ്രമേയം സിൽക്ക് സ്മിതയുടെ ജീവിതമാണ്. സിനിമകൾക്ക് പുറമെ വിശുദ്ധ സ്മിതയ്ക്ക് എന്ന പേരിൽ മലയാള കവിതാ സമാഹാരം, സിൽക്ക് സ്മിതയെക്കുറിച്ച് വിവിധ ഭാഷകളിലായി പ്രസിദ്ധീകരിച്ച 100 കണക്കിന് ലേഖനങ്ങൾ, അങ്ങനെ സ്മിതയുടെ ഓർമ്മകളുടെ ശേഷിപ്പുകൾ ഏറെ. എന്തിനായിരുന്നു സ്മിത ജീവനൊടുക്കിയത്? സ്മിതയുടേത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും ബന്ധുക്കൾ പിന്നീട് ആരോപിച്ചു. എന്തായിരുന്നു സ്മിതയുടെ മരണകാരണം? ആ ചോദ്യം ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്.